കേന്ദ്ര ഗതാഗത മന്ത്രാലയത്തിന്റെ ഒരു പുതിയ അറിയിപ്പാണ്. അതായത് ട്രാഫിക്കുമായി ബന്ധപ്പെട്ട് നമ്മളിപ്പോൾ റോഡ് അപകടങ്ങളും എല്ലാം തന്നെ വർദ്ധിച്ചു വരുന്ന ഒരു സാഹചര്യമാണ്. ആർക്കും തന്നെ ഒരു വണ്ടി ഓടിക്കുന്നതിനെ പറ്റിയോ ധാരണ ഉള്ളവർ പോലും ധാരണ ഇല്ലാത്ത രീതിയിലാണ് വണ്ടി ഓടിച്ചു പോകുന്നത്. എല്ലാവരെയും പറയുന്നില്ലെങ്കിലും ചില ആളുകൾ. അപ്പോൾ അതിനെതിരെ കർശനമായിട്ടുള്ള ഒരു നിലപാട് ഉണ്ടാകും, അല്ലെങ്കിൽ ഒരു തീരുമാനം ഉണ്ടാവും എന്നാണ് ഇപ്പോൾ കേന്ദ്ര ഗതാഗത മന്ത്രാലയം അറിയിക്കുന്ന ഒരു കാര്യം. വളരെ സൂക്ഷിച്ച് വണ്ടി ഓടിച്ചു പോകണം, ഇല്ലെങ്കിൽ ഇത്തരത്തിലുള്ള കാര്യങ്ങൾ അനുഭവിക്കേണ്ടി വരും. അതായത് സൂക്ഷിച്ച് വാഹനം ഓടിച്ചില്ലെങ്കിൽ ഇനി മുതൽ ഡ്രൈവിംഗ് ലൈസൻസിൽ നെഗറ്റീവ്സ് ലഭിക്കുമെന്നാണ്. അതായത് ഡിമെറിറ്റ്സും മെറിറ്റ് ആൻഡ് ഡിമെറിറ്റ്സ് എന്നൊരു സംവിധാനം കേന്ദ്ര റോഡ് ഗതാഗത മന്ത്രാലയം തുടങ്ങാൻ ആരംഭിക്കുകയാണ്. ഇത് ഓൾറെഡി വിദേശ രാജ്യങ്ങളിൽ പ്രയോഗിച്ചിട്ടുള്ള ഒരു കാര്യമാണ്. നമ്മളിപ്പോൾ എന്തെങ്കിലും ഗതാഗത മന്ത്രാലയത്തിന് ലഭിക്കുന്ന നിർദ്ദേശങ്ങൾ പാലിച്ചിട്ടില്ല എന്നുണ്ടെങ്കിൽ നമുക്കൊരു ഡിമെറിറ്റ്സ് എന്ന രീതിയിൽ ഒരു പോയിന്റ് വീഴുകയും പിന്നീട് പോയിന്റുകൾ കൂടി വരുമ്പോഴത്തേക്കും നമ്മുടെ ലൈസൻസ് തന്നെ റദ്ദാക്കാനുള്ള ഒരു സാഹചര്യം ഉടലെടുക്കുകയും ചെയ്യുമെന്നാണ്. നമ്മൾ പലതും അവഗണിച്ച് വിടാറുണ്ട്. അതായത് ഹെൽമെറ്റിന്റെ കാര്യമായാലും ഹെൽമെറ്റ് വെക്കാതെ വണ്ടി ഓടിക്കുന്ന ഒരു സാഹചര്യം, സീറ്റ് ബെൽറ്റ് ഇടാതെ വാഹനം ഓടിക്കുന്ന കാര്യം, അല്ലെങ്കിൽ മൂന്നിൽ കൂടുതൽ ആൾക്കാർ, രണ്ടിൽ കൂടുതൽ ആൾക്കാരെ വെച്ചിട്ട് വണ്ടി ഓടിക്കുന്നത്. അതെ, അതുപോലെ ഇത്തരത്തിലുള്ള കാര്യങ്ങളൊന്നും ശ്രദ്ധിക്കാതെ പോകുന്ന ഒരു സാഹചര്യം വരുമ്പോൾ ഇനി മുതൽ അതെല്ലാം ഒരു ഡിമെറിറ്റ്സ് ആയിട്ട് മാറുകയാണ്. അപ്പൊ തന്നെ ഡ്രൈവിംഗ് ലൈസൻസ് കട്ടാക്കാനോ അങ്ങനെയല്ല. നമ്മുടെ ഡ്രൈവിംഗ് ലൈസൻസ് ഒരു 5, 10 എന്നൊരു പോയിന്റ് ആണെങ്കിൽ അതൊരു 10 തികയുമ്പോഴത്തേക്കും പിന്നെ നിങ്ങൾക്ക് യാതൊരു തരത്തിലുള്ള ഒരു മുന്നറിയിപ്പും അല്ലെങ്കിൽ ഫൈൻ അടിക്കണമെന്നോ അങ്ങനെയൊന്നും ഇല്ല. അത് കട്ടാവും. അതെ, അത്തരത്തിലുള്ളൊരു നീക്കം വന്നു കഴിഞ്ഞാൽ തന്നെ ഇവിടെ പലർക്കും വണ്ടി ഓടിക്കാൻ പറ്റാത്തൊരു സാഹചര്യത്തിലേക്ക് പോകും അല്ലെ. അത്രത്തോളം കർശനമായ നടപടികൾ ഇതിന് മുന്നേയും വന്നിട്ട്, അതായത് 2 ഹെൽമെറ്റ് ഇല്ലാതെ വാഹനം ഓടിക്കാൻ പറ്റില്ല എന്നൊരു നിയമം വന്നിട്ട് പോലും നമ്മൾ പലവരും അത് തെറ്റിച്ച് ഒരുപാട് ഫൈൻ വാങ്ങിക്കൂട്ടിയ ഒരു സ്ഥലമാണ്. എന്നിട്ട് ഇങ്ങനെ നോക്കും, ക്യാമറ എവിടെയുണ്ടോ അവിടെ മാത്രം എടുത്ത് വെക്കും. എന്നിട്ട് ആ ഒരു സ്ഥലം നമുക്കറിയാം, അത് കഴിഞ്ഞാൽ വീണ്ടും അത് മാറ്റും. അത്തരത്തിലുള്ള ഒരു പ്രവർത്തനം ചെയ്യാറുണ്ട്. അത്തരത്തിലുള്ള ഒരു മനോഭാവമാണ് മലയാളികൾക്ക് എന്നുള്ളത്. അതായത് പോകുന്ന വഴിക്ക് ക്യാമറ ഇല്ല എന്ന് ഉറപ്പാണെങ്കിൽ ഓക്കെ, ഹെൽമെറ്റ് വേണ്ട എന്നുള്ള രീതിക്കാണ് ഇപ്പോഴും മുന്നോട്ട് പോകുന്ന ഒരുപാട് ആളുകളുണ്ട്. അപ്പോൾ ആ സ്ഥിതിക്ക് ഇങ്ങനെ ഒരു നിയമം അല്ലെങ്കിൽ ഇങ്ങനെ ഒരു കാര്യം നടപ്പിലായി കഴിഞ്ഞാൽ പിന്നെ ഇത് അനുസരിക്കുക എന്നല്ലാതെ മറ്റൊരു മാർഗം ഇല്ല എന്ന രീതിക്ക് വരും. നമ്മുടെ ഇന്ത്യയിൽ ഓരോ വർഷവും 1,70,000-ലധികം റോഡ് അപകടങ്ങളാണ് റിപ്പോർട്ട് ചെയ്യപ്പെടുന്നത്. ഈ ഒരു സാഹചര്യത്തിൽ ഇത്തരത്തിലുള്ള ഒരു നിർദ്ദേശങ്ങൾ അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള ഒരു കാര്യങ്ങൾ വന്നില്ലെങ്കിൽ അതൊരിക്കലും നമുക്ക് നിയന്ത്രിക്കാനാകാത്തതിന്റെ അപ്പുറമായി മാറും. അതുകൊണ്ട് ഇത്തരത്തിലുള്ള കാര്യങ്ങളെല്ലാം വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. ഇതെല്ലാം നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളാണ്. തീർച്ചയായിട്ടും ചെറിയൊരു കുട്ടികൾക്കടക്കം ഹെൽമെറ്റ് വെച്ച് പോകേണ്ട ഒരു കാര്യം കൂടെ മുന്നിലേ പറഞ്ഞിരുന്നു. അപ്പോൾ അതുപോലും ശ്രദ്ധിക്കാതെയാണ് പലവരും മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. അത്തരമൊരു സാഹചര്യത്തിൽ ഇങ്ങനെയുള്ള നടപടികൾ അനിവാര്യമായിട്ട് തന്നെ നമുക്ക് പറയാം. ഇനി ഏതൊക്കെയാണ് നെഗറ്റീവ് പോയിന്റ്സിൽ ഉൾപ്പെടുന്ന അല്ലെങ്കിൽ നമ്മൾ പാലിക്കേണ്ട നിയമങ്ങൾ എന്ന് നോക്കാം. പുതിയ നിയമം അനുസരിച്ച് അമിത വേഗത, ചുവന്ന സിഗ്നൽ മറികടക്കൽ, അശ്രദ്ധമായി വാഹനം ഓടിച്ച് അപകടങ്ങൾ സൃഷ്ടിക്കൽ തുടങ്ങിയ ഗുരുതരമായ ഗതാഗത നിയമ ലംഘനങ്ങൾ നടത്തുന്ന ഡ്രൈവർമാർക്കാണ് ലൈസൻസിൽ നെഗറ്റീവ് പോയിന്റുകൾ ലഭിക്കാൻ കാരണമാകുന്നത്. ഇനി നെഗറ്റീവ് പോയിന്റുകൾ കൂടുതൽ നേടിയാൽ ഡ്രൈവിംഗ് ലൈസൻസ് റദ്ദാക്കുകയും പിഴ ചുമത്തുകയും ചെയ്യും. കൂടാതെ ഗതാഗത നിയമം ലംഘിക്കുന്നവർക്ക് ലൈസൻസ് പുതുക്കാൻ നേരം വീണ്ടും നിർബന്ധിത ടെസ്റ്റും നടത്തേണ്ടി വരും. അതായത് മനസ്സിലാക്കുന്ന ഇത്രയേ ഉള്ളൂ, നമ്മളിപ്പോൾ നമ്മളെ ഭാഗത്തുനിന്ന് എന്ത് ചെറിയ പിഴവ് വന്നാൽ പോലും നമ്മൾ ലൈസൻസ് എങ്ങനെയാണോ എടുത്തതല്ലേ അതേ ഒരു പടി തന്നെ വീണ്ടും നമ്മൾ അതിന് ലൈസൻസ് എടുക്കേണ്ടി വരും. അതായത് മുന്നേ നമ്മുടെ ഡ്രൈവിംഗ് ലൈസൻസിന്റെ കാലാവധി തീരുമ്പോൾ നമുക്ക് വീണ്ടും ഒരു ടെസ്റ്റോ കാര്യങ്ങളോ തന്നെ ഒന്നും ഉണ്ടായിരുന്നില്ല. പക്ഷെ ഈ ഒരു സാഹചര്യത്തിൽ ഇങ്ങനെ വരികയാണെങ്കിൽ നമ്മുടെ നെഗറ്റീവ് മാർക്ക് ഉയരുന്ന സാഹചര്യത്തിൽ നമ്മൾ വീണ്ടും ടെസ്റ്റ് എഴുതണം, വീണ്ടും ടെസ്റ്റ് ചെയ്യണം എന്ന രീതിയാണ് വരുന്നത്. അതെന്തായാലും അത്യാവശ്യമായിട്ടുള്ള ഒരു കാര്യമാണ്. കാരണം ലൈസൻസ് ഉണ്ടായിട്ടും വണ്ടി ഓടിക്കാൻ അറിയാത്തവരുള്ള ഒരു സ്ഥലമാണ്, അല്ലെങ്കിൽ ലൈസൻസ് ഇല്ലാതെ വണ്ടി ുള്ളവരാണ്. അപ്പോൾ അപകടങ്ങൾ വളരെയധികം വർദ്ധിക്കുന്ന ഒരു സാഹചര്യത്തിൽ ഇത്തരത്തിലുള്ള കാര്യങ്ങളെല്ലാം വളരെയധികം ആവശ്യമായിട്ടുള്ള ഒരു കാര്യം തന്നെയാണ്. ഇപ്പോൾ പറഞ്ഞൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ലൈസൻസ് ഉണ്ടായിട്ടും വണ്ടി ഓടിക്കാൻ അറിയാത്ത ഒരുപാട് പേര്, അത് വളരെ സത്യസന്ധമായിട്ടുള്ള കാര്യമാണ്. ലൈസൻസ് 2-3 വർഷം മുന്നേ എടുത്തു വെച്ച് കഴിഞ്ഞാലും ലൈസൻസ് ഈ വർഷം ഉണ്ടായിട്ട് പോലും വണ്ടി ഓടിക്കാൻ അറിയില്ല. ടൂ വീലേഴ്സ് ആണെങ്കിലും ഓടിക്കാൻ അറിയില്ല. അങ്ങനെ അപ്പൊ ഇങ്ങനെയാണ് നമ്മളിനെ ചിന്തിച്ചോ, ഇങ്ങനെയാണ് ഇവർക്ക് ലൈസൻസ് കിട്ടിയത് അല്ലേ, അവർക്ക് വണ്ടി ഓടിക്കാൻ അറിയില്ല, പക്ഷെ ഇങ്ങനെയാണ്. അപ്പോൾ അതിനുവേണ്ടി മാത്രം, അതായത് ഈ ഒരു ലൈസൻസ് എന്ന് പറഞ്ഞ ഒരു ആ ഒരു പർപ്പസിന് വേണ്ടി മാത്രം, അന്നത്തെ ഒരു ദിവസത്തേക്ക് വേണ്ടി മാത്രം പഠിച്ചു, എന്നിട്ട് ഓടിച്ചു. എന്നാൽ അതിനുശേഷം അവർക്ക് വണ്ടി ഓടിക്കാൻ അറിയില്ല, അത് കൈകാര്യം ചെയ്യാൻ അറിയില്ല. അങ്ങനെ ഒരുപാട് കാര്യങ്ങളുണ്ട്. അപ്പൊ അങ്ങനെയുള്ളവർ കൂടി റോഡിലേക്ക് ഇറങ്ങുന്ന സമയത്ത് അപകടങ്ങൾ കൂടാൻ കൂടുതൽ കാരണമാകും. അതുകൊണ്ട് എല്ലാവർക്കും ലൈസൻസ് കൊടുക്കുക എന്ന് പറയുന്ന ഒരു കാര്യം അത് ആദ്യം നിർത്തലാക്കുക. എനിക്ക് തോന്നുന്നു ലൈസൻസിനായിട്ട് പോകുന്ന എല്ലാവർക്കും തന്നെ ലൈസൻസ് കിട്ടാറുണ്ട്. അതെന്താന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. പിന്നീട് അവരെ കൊണ്ട് തന്നെ റോഡ് ടെസ്റ്റ് നടത്തുമ്പോൾ അവർക്ക് പലർക്കും ഭയമാണ്. അല്ലെങ്കിൽ കുറച്ച് ദിവസം കഴിഞ്ഞതിന് ശേഷം വണ്ടി വീണ്ടും കിട്ടുമ്പോൾ കൈവിറയ്ക്കുകയായാലും അല്ലെങ്കിൽ എന്തെങ്കിലും അപകടം സംഭവിക്കാനായാലും വളരെയധികം കൂടുതൽ ചാൻസ് വളരെയധികം കൂടുതലാണ്.
അപ്പോൾ ഇങ്ങനെയുള്ള സാഹചര്യത്തിൽ കൂടുതലായിട്ടും ഇങ്ങനെയൊരു നിയമം വന്നു എന്ന് കരുതി അതിലൊന്നും പാഴാവാനില്ല. കൃത്യമായിട്ടുള്ള നടപടികൾ വരികയാണെങ്കിൽ തീർച്ചയായിട്ടും ഇങ്ങനെയുള്ള കാര്യങ്ങൾ പാലിക്കുന്നത് നല്ലതായിരിക്കാം. പക്ഷെ പാലിക്കുക എന്നുള്ളത് ഒരു മാസത്തേക്കോ 2-3 മാസത്തേക്കോ മാത്രമല്ല, തുടർന്നും ഇത് അങ്ങോളം ഉണ്ടായാൽ മാത്രമേ ഒരു റിസൾട്ട് ഉണ്ടാവുകയുള്ളൂ അല്ലേ? പക്ഷെ നമ്മൾ ഇതിനോടൊപ്പം തന്നെ പറയേണ്ട ഒരു കാര്യമാണ് നമ്മുടെ കേരളത്തിലെ റോഡുകളുടെ കാര്യം. ഇതിപ്പോ വണ്ടി ഓടിക്കുന്നവർ മാത്രമല്ല, അതിലെ ആ ഒരു റോഡ് സംവിധാനം കൂടി നോക്കിയാൽ മാത്രമേ നമുക്ക് നല്ല രീതിയിൽ സ്മൂത്ത് ആയിട്ട് പോകാൻ പറ്റൂ. അല്ലെങ്കിൽ നമ്മുടെ മാത്രം പ്രശ്നമല്ല അപകടം ഉണ്ടാവുന്നതെന്ന് നമുക്ക് പറയാൻ പറ്റും. കാരണം വളവും തിരിവും കുണ്ടും കുഴിയും ഒരുപാടുള്ള റോഡാണ് നമ്മുടെ കേരളത്തിലെ റോഡുകൾ. ആ ഒരു റോഡിൽ സ്വാഭാവികമായിട്ടും ഇത്തരത്തിലുള്ള അപകടങ്ങൾ നടക്കും. അതിന് വണ്ടികൾക്ക് വെള്ള പെയിന്റ് അടിച്ചത് കൊണ്ടോ അല്ലെങ്കിൽ എല്ലാവർക്കും ലൈസൻസ് കിട്ടിയത് കൊണ്ടോ എല്ലാവരും ഹെൽമെറ്റ് വെച്ചത് കൊണ്ടോ അപകടം കുറയുന്നില്ല. അതുകൊണ്ട് തന്നെ എന്താ പറയാ, അധികൃതരും ഇത് ആദ്യം ചെയ്യേണ്ടത് കേന്ദ്ര സർക്കാരോ അല്ലെങ്കിൽ സംസ്ഥാന സർക്കാരിന്റെ അടുത്താണ് ആദ്യം കാര്യങ്ങൾ വിശദീകരിച്ച് പറഞ്ഞു കൊടുക്കേണ്ടത് അല്ലേ? അതിനുശേഷം അവര് റോഡ് നന്നാക്കിയതിനു ശേഷമാണ് ഇങ്ങനെ ഒരു നടപടി വരേണ്ടതെന്നായിരിക്കും അല്ലെ പറഞ്ഞു തരുന്നത്. അപ്പോൾ എന്ത് തന്നെ ആയാലും റോഡുകളും നന്നാവണം, അതേപോലെ തന്നെ റോഡിലൂടെ ഓടിക്കുന്ന വാഹനങ്ങൾ ഓടിക്കുന്ന ആളുകളും നന്നാവണം. എന്നാൽ മാത്രമേ നമ്മൾ ഈ ഒരു കാര്യങ്ങളൊക്കെ വന്നു കഴിഞ്ഞാൽ അതൊന്ന് ഫലവത്താവുകയുള്ളൂ.